ഹായ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സിമ്പിൾ യൂസിങ് പെഡിഗ്രി അനാലിസിസ്. അപ്പോൾ എ എന്ന് പറയുന്ന സിമ്പിൾ ഒരു സ്ക്വയർ ആണ്. പെഡിഗ്രി ചാർട്ടിൽ സ്ക്വയർ ഡിനോട്ട്സ് മെയിൽ. ബി എന്ന് പറയുന്നത് സ്ക്വയർ ആൻഡ് റൗണ്ട്, ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ എ ലൈൻ. അത് മെയ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. Next question, T.H. Morgan selected Drosophila as a suitable experimental organism. And mention any two reasons for selecting Drosophila. ഡ്രോസോഫിലയെ മോർഗൻ സെലക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും രണ്ട് കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഡ്രോസോഫില ഇറ്റ് ഈസ് ഈസി ടു ഗ്രോ അല്ലെങ്കിൽ ഈസി ടു റയർ. നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോസോഫിലയെ വളർത്താൻ പറ്റും. പിന്നീടുള്ളത്, Drosophila shows sexual dimorphism. Male and female can be easily distinguished. അതുപോലെ ജനറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വേരിയേഷൻസ് കാണിക്കുന്ന ഓർഗാനിസമാണ് ഡ്രോസോഫില. പിന്നെ അതിൻ്റെ ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. ഓൾസോ എ നമ്പർ ഓഫ് പ്രോജനീസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ സിംഗിൾ മീറ്റിംഗ്. ഇതൊക്കെ എൻ്റെ ഡ്രോസോഫിലെ സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങളാണ്. ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതുക. Then third question, consider the two statements regarding the hemophilia disorder. It is an autosome-linked dominant disease. The heterozygous female for hemophilia may transmit the disease to son. Select the wrong statement. അപ്പോൾ ഹീമോഫീലിയയുടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഹീമോഫീലിയ ഈസ് എ ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. ഡോമിനൻറ്റ് ഡിസീസ് അല്ല, റിസസീവ് ഡിസീസാണ്. ദെൻ ഹെട്രോസൈഗസ് ഫീമെയിൽ കാരിയർ, അത് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാൻ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു സൺ, അത് ശരിയാണ്. അപ്പോൾ തെറ്റായത് ഫസ്റ്റാണ്. അത് ഡോമിനൻ്റ് എന്നുള്ള വാക്ക് മാറ്റി റിസസീവ് ആണ് എഴുതേണ്ടത്. ബിക്കോസ് ഹീമോഫീലിയ ഈസ് കോസ്ഡ് ബൈ ദ റിസസീവ് അലീൽ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, നെയിം ദ ജനറ്റിക് ഡിസോർഡർ ഇൻ വിച്ച് എ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ ഇസ് അഫക്റ്റഡ്. അപ്പോൾ ഏതാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസോർഡർ? ഹീമോഫീലിയ. Then fifth question, presence of an additional copy of chromosome 21 was observed in a person during diagnosis. Identify the genetic disorder. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം 21 ആണ്. അതായത് 21st ട്രൈസോമി. 21st ട്രൈസോമി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് ഡിസോർഡർ ഓർമ്മ വരണം? ഡൗൺ സിൻഡ്രോം. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദിസ് ഡിസോർഡർ. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? മെൻ്റൽ റിട്ടാർഡേഷൻ, rounded head, congenital heart disorders, furrowed tongue, protruding tongue, പിന്നെ looping at the end of fingers, characteristic palm crease. ഇതൊക്കെ അവരുടെ ക്യാരക്ടേഴ്സാണ്. Then next question, if a father with blood group O and mother with B write the possible blood group of their children. അപ്പോൾ നമുക്കറിയാം ഫാദർ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് ഒ എന്ന് പറയുമ്പോൾ ഫാദറിൻ്റെ ജീനോടൈപ്പ് IO ആണ്. മദർ ബി. അപ്പോൾ മദർ ബി എന്ന് പറയുമ്പോൾ IB ആവാം, അല്ലെങ്കിൽ IO ആവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് എഴുതാനാണ് പറയുന്നത്. പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയായിരിക്കും? IO ഒരു പോസിബിലിറ്റിയാണ്. പിന്നെ ഇത് ഹെട്രോസൈഗസ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ വേറെ പോസിബിലിറ്റിയാണ് IO. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സ് പിന്നെയും വരുവാണെങ്കിൽ ഇങ്ങനെ തന്നെ വരും, IB IO. പോസിബിൾ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്തർ B ഗ്രൂപ്പ് ഓർ O ഗ്രൂപ്പ്. ഓക്കെ. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, micrographic of red blood cells of two persons are given below. Person B is affected with a specific genetic disorder. Identify the genetic disorder. നമുക്കറിയാം തന്നിരിക്കുന്നത് RBC ആണ്. അപ്പോൾ RBC ആയിട്ട് ബന്ധപ്പെട്ട ജനറ്റിക് ഡിസോർഡർ നമ്മൾ പഠിച്ചിരിക്കുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ സിക്കിൾ സെൽ അനീമിയ. റൈറ്റ് ദ റീസൺ ഫോർ ദിസ് ഡിസോർഡർ. എൻ്റെ റീസൺ എന്താണ്? പോയിൻറ്റ് മ്യൂട്ടേഷൻ, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലീൻ. പോയിൻറ്റ് മ്യൂട്ടേഷനാണ് അതിൻ്റെ കാരണം. GAG എന്ന് പറയുന്ന കോഡോൺ GUG ആയി പോയിൻറ്റ് മ്യൂട്ടേഷൻ്റെ റിസൾട്ടായിട്ട്. സോ ഗ്ലൂട്ടാമിക് ആസിഡ് ഇസ് റീപ്ലേസ്ഡ് ബൈ വാലിൻ ഇൻ ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ. അതാണ് റീസൺ.
Then 8th question, incomplete dominance is an example for deviation of Mendelian inheritance. Illustrate with example. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ ദ ഡോമിനൻ്റ് അലീൽ കനോട്ട് കംപ്ലീറ്റ്ലി മാസ്ക് ഓവർ ദ എക്സ്പ്രഷൻ ഓഫ് റിസസീവ് അലീൽ. അതാണ് ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ സംഭവിക്കുന്നത്. അത് മിറാബിലിസ് ജലാപ്പ അല്ലെങ്കിൽ സ്നാപ് ഡ്രാഗൺ ആ എക്സാമ്പിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ക്രോസ് ടെക്സ്റ്റിലുണ്ട്, അതുപോലെ തന്നെ എഴുതുക. ഒരു റെഡ് കളേർഡ് ഫ്ലവർ ഉള്ള പ്ലാന്റിനെയും ഒരു വൈറ്റ് കളേർഡ് ഫ്ലവർ ഉള്ള പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഹെറ്ററോസൈഗസ്. വി എക്സ്പെക്റ്റ് ദാറ്റ് ദിസ് ഓർഗാനിസം ഇസ് എ റെഡ് കളേർഡ് ഫ്ലവർ ആണെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പിങ്ക് ആണ് കിട്ടുന്നത്. ദിസ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ ഇൻ ബിറ്റ്വീൻ the two parental characters. So this is an example for deviation from Mendelian inheritance. As per Mendelian inheritance, when we cross a red colored flowered plant with a white colored flowered plant, we should get the red colored plant, or the which is the dominant one. We should get the dominant organism as the F1, but we get, in this case we get an intermediate character between the two parents. So it is a deviation from Mendelian pattern of inheritance. Then 9th question, consider the two statements regarding hemophilia disorder. ഹീമോഫീലിയയെ കുറിച്ചുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓട്ടോസോം ലിങ്ക്ഡ് അത് നേരത്തെ തന്ന അതേ ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് 10th question, മോണോഹൈബ്രിഡ് ക്രോസ് ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ F2 ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പിക് റേഷ്യോ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ടിപ്പിക്കൽ ആയിട്ടുള്ള ക്രോസ് ആണ്. ടിപ്പിക്കൽ ക്രോസ് ആണ്, മെൻ്റൽ ചെയ്ത അതേ ക്രോസ് ആണ് തന്നിരിക്കുന്നത്. F1 എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അപ്പോൾ നമ്മൾ F2നെ കണ്ടുപിടിക്കാൻ സെൽഫിയാണ് ചെയ്യുക. നമുക്ക് എങ്ങനെ കിട്ടും? 1:2, 2:1 എന്ന് പറയുന്നത് ജീനോട്ടിപ്പിക് റേഷ്യോയും 3:1 ഫിനോട്ടിപ്പിക് റേഷ്യോയും കിട്ടും. മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് കാണിക്കുന്നത്, ടെക്സ്റ്റിലുള്ള അതേ ക്രോസ്. ദെൻ 11th one, distinguish between male heterogamety and female heterogamety with examples. Heterogamety means ability of an organism to produce different types of gametes. That is heterogamety. In case of human beings like Drosophila, grasshopper, etc., we can see male heterogamety. That is, male can produce 2 types of gametes. Because for example, in case of human beings, നമ്മുടെ ജീനോടൈപ്പ് അല്ലെങ്കിൽ ക്രോമസോമൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 44A+XY ആണ് ഒരു മെയിലിൻ്റെ. സോ അപ്പോൾ നമുക്ക് മെയിൽ ഗമേറ്റിനെ ഉണ്ടാക്കുമ്പോൾ 22A+X എന്നുള്ള ഗമേറ്റും 22A+Y എന്നുള്ള ഗമേറ്റും ഉണ്ടാകും. അതേസമയം ഫീമെയിൽ ആണെങ്കിൽ 44A+XX ആണ്. അപ്പോൾ ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ഗമേറ്റ് ആണ്. സിംഗിൾ ഗമേറ്റ് എന്നല്ല, സിംഗിൾ ടൈപ്പ് ഓഫ് ഗമേറ്റ് 22A+X. അപ്പോൾ heterogamety is shown by the male individuals, 2 types of gametes. Okay, in case of humans, while in case of birds show female heterogamety. That is, female can produce 2 types of gametes. ബേർഡ്സിൻ്റെ കേസിൽ ZW എന്ന് പറയുന്നതും ZZ എന്ന് പറയുന്നതുമാണ് സെക്സ് ക്രോമസോമിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ZW ഫീമെയിലും ZZ മെയിലുമാണ്. സോ ഫീമെയിലാണ് Z ക്യാരിയിങ്ങും W ക്യാരിയിങ്ങുമായിട്ടുള്ള 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇൻ കേസ് ഓഫ് ബേർഡ്സ് ഫീമെയിൽ ഷോ ഹെറ്ററോഗെമറ്റി. പക്ഷികളുടെ കാര്യത്തിൽ ഫീമെയിൽസാണ് 2 തരത്തിലുള്ള ഗമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 12th question, select a female heterogametic animal from the following. ഫീമെയിൽ ഹെറ്ററോഗെമറ്റി കാണിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ബേർഡ്സ് ആണ്. അപ്പോൾ ആൻസർ C, ബേർഡ്സ്. Then 13th one, complete the table using appropriate terms. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിൻഫെൽറ്റർ സിൻഡ്രോം, പിന്നെ എൻ്റെ ക്രോമസോമൽ കോൺസ്റ്റിറ്റ്യൂഷൻ. വി നോ ദാറ്റ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോമിൻ്റെ A എന്ന് പറയുന്ന ആൻസർ 44A+XXY. They are sterile males. Then ബിയിൽ നമുക്ക് ഡിസീസാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ക്രോമസോമൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട് 44A+X0. അങ്ങനെ വരുന്ന ആരായിരിക്കും? ടേർണർ സിൻഡ്രോം ആയിരിക്കും. പിന്നെ
അവർ മെയിൽ ഓർ ഫീമെയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ എന്ന് ചോദിക്കുമ്പോൾ ദേ ആർ സ്റ്റെറൈൽ ഫീമെയിലാണ്. ഇനി ഡി എന്ന് പറയുന്നത് ട്രൈസോമി 21 ആണ്. ട്രൈസോമി 21 എന്ന് കേട്ടാൽ ഉടനെ നമുക്ക് ഓർമ്മ വരണം ഡൗൺ സിൻഡ്രോം. ഓക്കെ, അപ്പോൾ എ 44A+XXY, ബി ടർണർ സിൻഡ്രോം, സി സ്റ്റെറൈൽ ഫീമെയിൽ, ഡി ഡൗൺ സിൻഡ്രോം. Then 14th question, in a cross breeding between a true breeding red flowered plant and white flowered plant, F1 generation was pink color. അത് നമ്മൾ പറഞ്ഞതാണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. എക്സാമ്പിളും F2 പറഞ്ഞതാണ്. F2ൻ്റെ പ്രത്യേകത ഫിനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ വിൽ ബി ദ സെയിം, ദറ്റ് ഈസ് 1:2:1. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഫിനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും ഒരേപോലെ വരും. അതാണ് 1:2:1 എന്ന് പറയുന്നത്. ഇനി next 15th question, from the following find out the symbol using human pedigree analysis representing male. മെയിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതാണ്? ദിസ് ഇസ് ദ വൺ വിച്ച് റെപ്രസെൻറ്റ്സ് മെയിൽ. ഓക്കെ, അത് ആ പെഡിഗ്രി ചാർട്ട് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. 16th question, ഐഡൻറ്റിഫൈ ദ ക്രോസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, ഒരു ടോൾ ഒരു ഡ്വാർഫും തമ്മിൽ ക്രോസ് ചെയ്തിരിക്കുന്നു. നമുക്ക് ടോളിനെ കിട്ടി, അതിനെ സെൽഫ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് 3 ടോളും ഒരു ഡ്വാർഫും കിട്ടിയിരിക്കുന്നു. ഈ ക്രോസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി മോണോ ഹൈബ്രിഡ് ക്രോസ് ആണത്. വിച്ച് ആർ ദ ലോസ് പ്രപ്പോസ്ഡ് ബൈ മെൻഡൽ ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻസ്? ഏതൊക്കെ ലോയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ് മെൻഡൽ പ്രപ്പോസ്ഡ് ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷനും ഡോമിനൻസുമാണ് മോണോ ഹൈബ്രിഡ് ക്രോസിനെ അടിസ്ഥാനമാക്കി മെൻഡൽ കൊണ്ടുവന്നത്. ദെൻ 17th question, correct the following statement if there is any mistake. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ഹീമോഫീലിയ ഈസ് എ ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസീസ്. അത് ശരിയാണോ? ഹീമോഫീലിയ എന്ന് പറയുന്നത് നമുക്കറിയാം സെക്സ് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അതെങ്ങനെ തിരുത്തണം? ഹീമോഫീലിയ ഈസ് എ സെക്സ് ലിങ്ക്ഡ് recessive disease. Then B, Turner syndrome is due to the presence of an additional copy of chromosomes. Additional copy of chromosome കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ഏതാണ്? ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ആണ്. അപ്പോൾ അതെങ്ങനെ തിരുത്താം? ടർണർ സിൻഡ്രോം എന്നുള്ളത് മാറ്റി ക്ലിൻഫെൽറ്റർ സിൻഡ്രോം is due to the presence of an additional copy of X chromosome. അങ്ങനെ എഴുതാം. Then 18th question, identify the following symbols. വീണ്ടും പെഡിഗ്രിയിലെ സിമ്പിളാണ്. എ എന്ന് പറയുന്ന മേറ്റിംഗ്, ബി എന്ന് പറയുന്നത് കോൺസാങ്ക്വിനസ് മേറ്റിംഗ്, ദാറ്റ് ഇസ് മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. ദെൻ 19th question, ഒരു ക്രോസ് തന്നിരിക്കുകയാണ്. യൂസിങ് F1 progeny ഡിസൈൻ എ ടെസ്റ്റ് ക്രോസ്, മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ F1 progeny എന്ന് പറയുന്നത് ഇതാണ്. F1 progeny ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ F1 progeny ക്രോസ് സ്മോൾ w. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻഡിവിജ്വൽസിനെ കിട്ടും? ക്യാപിറ്റൽ W സ്മോൾ w, ക്യാപിറ്റൽ W സ്മോൾ w, സ്മോൾ w സ്മോൾ w, സ്മോൾ w സ്മോൾ w. അതായത് 2 വൈറ്റ് അല്ലെങ്കിൽ 2 വയലറ്റ് is to 2 white. That is ratio will be 1:1. Significance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രോസ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ജീനോടൈപ്പ് ഓഫ് അൺനോൺ ടെസ്റ്റ് ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു ഡോമിനൻ്റ് ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പ്, വെദർ ഇറ്റ് ഈസ് ഹോമോസൈഗസ് ഓർ ഹെറ്ററോസൈഗസ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് ടെസ്റ്റ് ക്രോസ്. Then 21st question, find out the odd one out and justify your answer. Which is the odd one out? Down syndrome, Turner syndrome, phenylketonuria and Klinefelter syndrome. Down syndrome, Turner syndrome, Klinefelter syndrome ഒക്കെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. ഫിനൈൽകീറ്റോന്യൂറിയ മെൻഡേലിയൻ ഡിസോർഡർ ആണ്. അതായത് മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്ന ജീൻ മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് ഫിനൈൽകീറ്റോന്യൂറിയ. അല്ല, ജീനിൽ വരുന്ന വേരിയേഷൻ കൊണ്ട്. പക്ഷേ ക്ലിൻഫെൽട്ടർ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം ഒക്കെ ക്രോമസോമൽ അനോമലിയാണ്. ക്രോമസോമിൻ്റെ നമ്പറിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. ദെൻ 22nd question, നമുക്ക് ബീറ്റ ഗ്ലോബിൻ ചെയിനിൻ്റെ
ചെയിനാണ് തന്നിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ ഇസ് അബ്നോർമൽ. അപ്പോൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിക്കിൾ സെൽ അനീമിയാണ്. എവിടെയാണ് അബ്നോർമാലിറ്റി കാണിക്കുന്നത്? നമ്മൾ നോക്കേണ്ടത് 6th പൊസിഷനിലാണ്. 6th പൊസിഷനിലാണ്. 6th പൊസിഷൻ ഗ്ലൂട്ടാമിക് ആസിഡ് വന്നാൽ ഇറ്റ് ഈസ് നോർമൽ. വെൻ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ വാലിൻ ഇറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ പേഷ്യൻറ്റ്. അപ്പോൾ സെക്കൻഡ് വൺ ആണ് അഫക്റ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ളത്. വാട്ട് ഈസ് ദ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിൻറ്റ് മ്യൂട്ടേഷൻ ഇസ് ദ റീസൺ. വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ദിസ് അബ്നോർമാലിറ്റി ഇൻ സച്ച് ഇൻഡിവിജ്വൽസ്? എന്തായിരിക്കും? ദ RBC changes its shape from biconcave disc shape to sickle shape, or RBC become elongated. As a result, oxygen carrying capacity will be lowered. Then 23rd question, cross ആണ് കാണിച്ചിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ ക്രോസ്, മെൻഷൻ ദ സിഗ്നിഫിക്കൻസ്. ക്രോസ് കാണിച്ചിരിക്കുന്നത് ടിപ്പിക്കൽ ടെസ്റ്റ് ക്രോസ് ആണ്. ഡബിൾ റിസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസും നമ്മൾ നേരത്തെ നോക്കിയതാണ്. 24th ക്വസ്റ്റ്യൻ ഓൾസോ അതുപോലെ തന്നെയാണ്. വാട്ട് ഇസ് സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ നൈട്രജൻ ബേസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വേറൊരു നൈട്രജൻ ബേസ് വരിക. അതാണ് സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ GAG എന്ന് പറയുന്ന mRNA കോഡോൺ മാറി GUG ആയി. അപ്പോൾ യുക്ക് പകരം A ആണ് വന്നത്. അപ്പോൾ ഒരു ചെറിയ മാറ്റമാണ് സംഭവിച്ചത്, പക്ഷെ അത് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കോസ് ചെയ്യുന്നു. ഇനി 25th ക്വസ്റ്റ്യൻ, ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് എ ചൈൽഡ് ഇസ് O, ഹിസ് ഫാദർ ഇസ് വിത്ത് A ആൻഡ് മദർ ഇസ് വിത്ത് B ഗ്രൂപ്പ്. അപ്പോൾ ഒരു കുട്ടിയുടെ O ആണ്, അച്ഛൻ്റെ A, അമ്മയുടെ B. അങ്ങനെയാണെങ്കിൽ ഇവരുടെ 3 പേരുടെയും ജീനോടൈപ്പാണ് ചോദിക്കുന്നത്. കുട്ടിയുടെ O എന്ന് പറയുമ്പോൾ നമുക്കറിയാം IO ആണ് കുട്ടിയുടെ ജീനോടൈപ്പ്. അപ്പോൾ അച്ഛന് എയും അമ്മയും AB എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു IO എന്ന് പറയുന്ന അലീൽ എസെൻഷ്യലി കംസ് ഫ്രം ദ പെറ്റേണൽ ഇൻഹെറിറ്റൻസ്. അപ്പോൾ അച്ഛന് നമുക്ക് ഒരു IO കൊടുക്കാം. അതുപോലെ മറ്റേ IO വന്നിരിക്കുന്ന അമ്മയിൽ നിന്നായിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഒരു IO കൊടുക്കാം. ഇനി ഇവിടെ തന്നിട്ടുണ്ട് അച്ഛന് A ഗ്രൂപ്പും അമ്മ B ഗ്രൂപ്പും ആണ്. അപ്പോൾ ഏതേ പോസിബിലിറ്റി ഉള്ളൂ? അച്ഛനൊരു IA വേണം, അമ്മയ്ക്കൊരു IB വേണം. സോ ഫാദർ ആൻഡ് മദർ ആർ ഹെറ്ററോസൈഗസ് വൈൽ ദ ചൈൽഡ് ഇസ് O ഗ്രൂപ്പ്, ഹോമോസൈഗസ്. Then in a classroom discussion, 26th question, a student said that the sex of the baby is determined by the father. Analyze the statement. Essentially, sex of the baby is determined by the father in case of humans because നമുക്ക് 44 ഓട്ടോസോം പ്ലസ് XY ആണ്. ഫീമെയിൽ ആണെങ്കിൽ 44 ഓട്ടോസോം പ്ലസ് XX ആണ്. അപ്പോൾ ഗമേറ്റ് ഉണ്ടാകുമ്പോൾ 22A പ്ലസ് X ഒരു ഗമേറ്റ്. ഇവിടെയാണെങ്കിൽ 22A പ്ലസ് X ഒരു ടൈപ്പ് ഓഫ് ഗമേറ്റ്. നെക്സ്റ്റ് ഇസ് 22A പ്ലസ് Y. അപ്പോൾ which sperm fertilizes the egg? That determines the sex of the offspring. If X carrying sperm ആണ് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ കുട്ടി ഫീമെയിൽ ആയിരിക്കും. Y carrying sperm ആണ് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ കുട്ടി മെയിൽ ആയിരിക്കും. അപ്പോൾ ഫാദറാണ് സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. Then 27th question again, it shows incomplete dominance. Write down theoretically given explanation for the phenomenon. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന്. ദെൻ മെൻഡേലിയൻ ഡിസോർഡർ എന്താണ്? അതായത് മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്ന ജീനിന് ചെറിയ വേരിയേഷൻ വന്നിട്ട് ഉണ്ടാവുന്ന ഡിസീസാണ് മെൻഡേലിയൻ ഡിസോർഡർ. വിച്ച് വൺ ഓഫ് ദ എബോവ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസം? ഇൻബോൺ എറർ ഏതാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോനൂറിയ. ഇതിൽ ഇൻബോൺ എറർ എന്ന് പറഞ്ഞാൽ ഫിനൈൽ കീറ്റോനൂറിയാണ്. മെൻഷൻ ദ കോസ് ഓഫ് ഡിസോർഡർ. എൻ്റെ ഡിസോർഡറിൻ്റെ കാരണം എന്ത്? കാരണം എന്ന് പറഞ്ഞാൽ phenylalanine is converted to tyrosine with the help of an enzyme phenylalanine hydroxylase. In a phenylketonuria patient, this enzyme will be lacking. So phenylalanine will accumulate and it is converted to phenylpyruvic acid. This phenylpyruvic acid will be deposited in the brain cells and cause mental retardation. Also phenylpyruvate will come out through the urine.
സോ ഇറ്റ് ഇസ് നോൺ ആസ് ഫിനൈൽ കീറ്റോനൂറിയ. ഈ ഉണ്ടാവുന്ന ഫിനൈൽ കീറ്റോനൂറിയെ ടൈറോസിനാക്കി മാറ്റുന്ന എൻസൈം ഇവിടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഫിനൈലലാനിൻ അക്കുമുലേറ്റ് ചെയ്യും, എന്നിട്ടത് ഫിനൈൽ പൈറുവേറ്റ് ആയിട്ട് മാറും. ദെൻ ഈ ഫിനൈൽ പൈറുവേറ്റ് ബ്രെയിൻ സെൽസിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. മെൻ്റൽ റിട്ടാർഡേഷൻ വരും, ബുദ്ധിക്കുറവ് വരും. അതല്ലെങ്കിൽ നല്ല കൂടാതെ ഈ ഫിനൈൽ പൈറുവേറ്റ് കുറച്ചൊക്കെ യൂറിൻ വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. ദെൻ 29th question. Construct a monohybrid cross between a homozygous violet and white colored flowers of pea plant. How can one determine whether F1 progenies are homozygous or heterozygous? ചോദിച്ചിരിക്കുന്നത് സാധാരണ ഒരു ക്രോസ് നടത്തുക. നിങ്ങൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന അതേ ക്രോസാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇനിയും ചെയ്യുന്നില്ല. ക്രോസ് നടത്തുക, എന്നിട്ട് എങ്ങനെയാണ് F1 ഹോമോസൈഗസ് ആണോ ഹെറ്ററോസൈഗസ് ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ ഡൂയിങ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. ദെൻ 30th question. From a clinical laboratory, Ramu's blood group was identified as AB, but his father has A and mother has B. അപ്പോൾ രാമുവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാണ്? IA IB ആണ്. പക്ഷേ അച്ഛൻ്റെ IA ആണ്. ഇത് നമുക്കറിയുന്നില്ല. അമ്മയുടെ IB ഇവിടെ അറിയുന്നില്ല. അപ്പോൾ ഇത് ശരിയോ തെറ്റോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് ശരിയാണ്. കാരണം ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. അച്ഛൻ്റെ IA ഒരലീലും അമ്മയുടെ IB ഒരലീലും കൂടി നെക്സ്റ്റ് ജനറേഷനിൽ AB എന്ന് പറഞ്ഞൊരു പോസിബിലിറ്റി ഉണ്ട്. ദെൻ ഐഡൻറ്റിഫൈ ദ സിൻഡ്രോം A and B സിൻഡ്രോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൈസോമി 21 മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് കണ്ടാൽ തന്നെ നമുക്ക് എന്തിൽ കൊണ്ടെത്തിക്കാം? ആൻസർ ഇസ് ഡൗൺ സിൻഡ്രോം. ഇനി B എന്ന് പറയുമ്പോൾ 44A+X0 ആണ്. സ്റ്റെറൈൽ റൂഡിമെൻ്ററി ഓവറി, അതായത് ഫീമെയിലാണ്. സ്റ്റെറൈൽ ഫീമെയിൽ 44A+X0, അത് ടർണർ സിൻഡ്രോം. Then 32nd question. Observe the diagrammatic representation and analyze the question. ഡയഗ്രാം നോക്കിയിട്ട് describe the type of inheritance shown in the diagram. Distinguish between Mendelian disorder and chromosomal disorder with example. അത് നമ്മൾ പറഞ്ഞതാണ്. A ആണ് നോക്കിയേ, നോർമൽ ഫാദറും ക്യാരിയർ മദറും. അപ്പോൾ ഉണ്ടാവുന്ന കുട്ടി അഫക്റ്റഡ് സൺ ഉണ്ടായി. അപ്പോൾ അതൊരു പോസിബിലിറ്റി നമ്മൾ ഹീമോഫീലിയ അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്സിനാണ് കണ്ടത്. അപ്പോൾ അതെങ്ങനത്തെ ഡിസോർഡർ ആയിരിക്കും? ഓട്ടോസോം ലിങ്ക്ഡ് ആയിരിക്കും. ഓട്ടോസോം ലിങ്ക്ഡ് ആണ്. കാരണം മെയിൽ ഫീമെയിലിനൊരു ഡിസ്റ്റിങ്യൂഷൻ അവിടെ വരുന്നില്ല. തന്നെയല്ല, അതൊരു റിസസീവ് ഡിസീസാണ്. റിസസീവ് ആയതുകൊണ്ടാണ് ഫാദറിനും മദറിനും ഇല്ലാതെ കുട്ടി മാത്രം അഫക്റ്റഡ് ആയത്. അപ്പോൾ ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. നമുക്ക് വേണമെങ്കിൽ ഹീമോഫീലിയ അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് ഫൈനലൈസ് ചെയ്യാം. Then observe the following diagram and answer the questions. Name the process marked as A and write its significance. Diagrammatically represent a monohybrid cross between tall and dwarf. അത് നമ്മൾ കണ്ടതാണ്. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ആണ് ചെയ്യുന്നത്. അതാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് ആ പാരൻറ്റിൽ തന്നെ ക്രോസ് നടത്താൻ വേണ്ടി സഹായിക്കുന്ന, മിക്സിങ് നടക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇമാസ്കുലേഷൻ. 34th question. The F2 generation of a dihybrid cross is given. Identify the phenotype with homozygous recessive genotype. അപ്പോൾ ഒരു F2ൻ്റെ ABCD 4 ടൈപ്പ് പ്രോജനിയാണ് തന്നിരിക്കുന്നത്. എണ്ണം A എന്ന് പറയുന്നത് 21, B എന്ന് പറയുന്നത് 7, C എന്ന് പറയുന്നത് 63, D എന്ന് പറയുന്നത് 21. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹോമോസൈഗസ് റിസസീവ്. അപ്പോൾ ഹോമോസൈഗസ് റിസസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിപ്പിക്കൽ ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഡൈഹൈബ്രിഡ് ക്രോസ് റേഷ്യോ വെച്ച് 9:3:3:1 ആണ് നമുക്ക് റേഷ്യോ വരേണ്ടത്. അതിൽ 1 എന്ന് പറയുന്നതാണ് ഈ ഹോമോസൈഗസ് റിസസീവ് ജീനോടൈപ്പ് അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പം നോക്കിയേ, ഇവിടെ വരുമ്പോൾ റേഷ്യോ 9:3:3:1 ആണ്. അപ്പോൾ ഏതാണ് ഹോമോസൈഗസ് റിസസീവ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്? അത്
ബി ആണ്, അതായത് 7 ഇൻഡിവിജ്വൽ ഉള്ളത്. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് ഹാവ് സിമിലർ സെക്സ് ക്രോമസോം? സിമിലർ സെക്സ് ക്രോമസോം ഇല്ലാത്തത് ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. ഹ്യൂമൻ ഫീമെയിൽ നമുക്കറിയാം, ഹ്യൂമൻ ഫീമെയിൽ ഇസ് XX, അപ്പോൾ സിമിലർ സെക്സ് ക്രോമസോം ആണ്. ഡ്രോസോഫില ഫീമെയിൽ, ഡ്രോസോഫില സെക്സ് ഡിറ്റർമിനേഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് ഹ്യൂമൻ, XX. ബേർഡ് ഫീമെയിൽ ഏതാ? ZW. ബേർഡ് മെയിൽ ZZ. അപ്പോൾ ഡു നോട്ട് ഹാവ് സിമിലർ സെക്സ് ക്രോമസോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ബേർഡ് ഫീമെയിൽ ഇസ് ദ ആൻസർ. 36th question. Examine the following fragment beta globin chain and identify the disease with reason. നമ്മൾ പറഞ്ഞതാണ് സിക്കിൾ സെൽ അനീമിയാണ് ഡിസീസ്, റീസൺ പോയിന്റ് മ്യൂട്ടേഷൻ. ദെൻ 37th question. പിന്നെയും ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് ഷോ ദ ഷെയ്ഡഡ് സിമ്പിൾസ്. വാട്ട് ഷോസ് ദ ഷെയ്ഡഡ് സിമ്പിൾസ് യൂസ്ഡ്? ഫിഗർ ഏതാണ്? അതൊരു ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനൻറ്റ് ഡിസീസിൻ്റെ ഫിഗറാണ്, പെഡിഗ്രി ചാർട്ടാണ്. ഷെയ്ഡഡ് സിമ്പിൾസ് എന്താണ് കാണിച്ചിരിക്കുന്നത്? അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന് ആണ് ഷെയ്ഡഡ് കാണിച്ചിരിക്കുന്നത്. ദെൻ 38th question. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് ക്രോമസോമൽ ഡിസോർഡർ ബൈ ഫില്ലിംഗ് ദ ബ്ലാങ്ക് ബോക്സസ്. ക്രോമസോമൽ ഡിസോർഡർ ആൻഡ് ഒരു ചാർട്ടാണ് തന്നിരിക്കുന്നത്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം XXY. ഡിസീസിൻ്റെ പേര് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ഇനി അപ്പുറത്തോ ടർണർ സിൻഡ്രോം ആണ്, X0 ആണ്. ആബ്സെൻസ് ഓഫ് സെക്സ് ക്രോമസോം, അതാണ് അവിടെ എ വരേണ്ടത്. എ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് 1 സെക്സ് ക്രോമസോം, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ഇനി വാട്ട് ഈസ് അന്യൂപ്ലോയിഡി? അന്യൂപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ 1 or 2 നമ്പർ ഓഫ് ക്രോമസോം. അതായത് N എന്ന് പറയുന്നത് N+ അല്ലെങ്കിൽ 2N+1 ആവുക, 2N-2 ആവുക, അങ്ങനത്തെ ചേഞ്ചസ് ആണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഇനി 39th question. വിച്ച് ഇസ് എ നോൺ മെൻഡേലിയൻ, അതായത് മെൻഡേലിയൻ ഡിസോർഡർ അല്ലാത്തത് ഏത്? കളർ ബ്ലൈൻഡ്നസ്, ഹീമോഫീലിയ, തലാസിമിയ, ഡൗൺ സിൻഡ്രോം. ഈ സിൻഡ്രോമുകൾ 3 ക്രോമസോമൽ ഡിസോർഡേഴ്സാണ്. അപ്പോൾ ഡൗൺ സിൻഡ്രോം ആണ് മെൻഡേലിയൻ ഡിസോർഡർ അല്ലാത്തത്. Then study the following crows and answer the questions. ഒരു father with A blood group, mother with B blood group, son with O blood group. Write the genotype of mother, father and son. അത് നമ്മൾ ചെയ്തതാണ്. എങ്ങനെയായിരുന്നു? കുട്ടിയുടെ IO ആണ്. അപ്പോൾ അച്ഛൻ ഒരു IO കൊടുത്തിട്ടുണ്ടാവും, അമ്മ ഒരു IO കൊടുത്തിട്ടുണ്ടാവും. ഇനി അച്ഛൻ എന്തായാലും A ആയതുകൊണ്ട് IA ഉണ്ടാവും, അമ്മയ്ക്ക് IB ഉണ്ടാവും. ഇതാണ് ആ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, ജീനോടൈപ്സ്. ദ ടൈപ്പ് ഓഫ് ഡോമിനൻസ് ഓഫ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് ഇസ്, ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഡോമിനൻസിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോഡോമിനൻസ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ, ഐഡൻറ്റിഫൈ A and B. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലാണ്, മെയിലിന് വരുന്ന ഒരു ഗൈനക്കോമാസ്റ്റിയൊക്കെ ഉള്ള മെയിലിന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ഇനി ഫീമെയിലാണ്, ഫീമെയിലിന് പുവർലി ഡെവലപ്ഡ് ഫെമിനൈൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടർണർ സിൻഡ്രോം. ക്രോമസോം നമ്പർ ഇൻ A എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് 47, വൈൽ ക്രോമസോം നമ്പർ ഇൻ B ഇസ് 45. അതായത് 44A + XXY എന്ന് പറയുമ്പോൾ 44 + 3 അത് 47. ഇപ്പുറത്താണെങ്കിൽ 44A + X0 ആണ്, അപ്പോൾ അതായത് 45. ദെൻ 42nd question. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് പെഡിഗ്രി ചാർട്ട് ആണ്. നെയിം ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്, അത് നമ്മൾ പറഞ്ഞതാണ്. റൈറ്റ് ദ ജീനോടൈപ്പ് ഓഫ് A and B. അതായത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് നോക്കുമ്പോൾ പാരൻസിൽ ഇല്ല, കുട്ടികൾക്കുണ്ടെങ്കിൽ അത് റിസസീവ് ഡിസോർഡറാണ്. പിന്നെ മെയിലിനും ഫീമെയിലിനും ഒരേ പ്രോബിലിറ്റിയിൽ കാണുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എൻ ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. ഇനി റൈറ്റ് ദ ജീനോടൈപ്പ് ഓഫ് A and B അല്ലേ. അപ്പോൾ A and B, A എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് ആയിരിക്കും, കാരണം അതുകൊണ്ടാണല്ലോ ഒരു ഇൻഡിവിജ്വലിന് ഡിസീസ് വന്നത്. B എന്ന് പറയുന്നതും ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ആയിരിക്കും, കാരണം അവരുടെ ഒരു കുട്ടിക്ക് ഡിസീസ് ഉണ്ട്. ദെൻ റെപ്രസെൻറ്റ് പെഡിഗ്രി അനാലിസിസ് ഓഫ് ആൻ X-linked റിസസീവ് ഇൻഹെറിറ്റൻസ് ഡയഗ്രമാറ്റിക്കലി. അത് നിങ്ങളോട് ഡയഗ്രാം വരയ്ക്കാനാണ് പറയുന്നത്. Then 43. Observe the inheritance
നെയിം ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഷോൺ ഇൻ എ ആൻഡ് ബി. എയിൽ കാണിച്ചിരിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്? മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. ടിപ്പിക്കൽ ഡോമിനൻസ്. ബിയിൽ കാണിച്ചിരിക്കുന്നത് കോ ഡോമിനൻസ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്? രണ്ട് തരത്തിലെന്ന് പറഞ്ഞാൽ എയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോമിനൻ്റ് അലീൽ ഓൾവേസ് എക്സ്പ്രസ് ഇറ്റ്സ് ക്യാരക്ടർ, വൈൽ ഇൻ കേസ് ഓഫ് ബി ബോത്ത് അലീൽസ് ഈക്വലി എക്സ്പ്രസ് ഇറ്റ്സ് ക്യാരക്ടർ. ദർ ഇസ് നോ ഡോമിനൻസ് റിസസീവ് റിലേഷൻഷിപ്പ്. അതാണ് കോ ഡോമിനൻസിൻ്റെ പ്രത്യേകത. 44 നമുക്ക് തന്നിരിക്കുന്നത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഡിസീസിൻ്റെ ക്യാരക്ടേഴ്സാണ്. സിൻഡ്രോം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ ഡൗൺ സിൻഡ്രോം occurs in both male and female. What is the reason? Because down syndrome വരുന്നത് 21st ക്രോമസോമിൽ ട്രൈസോമി വരുന്നതുകൊണ്ടാണ്. 21ാമത്തെ ക്രോമസോമിൽ നമുക്ക് ഇവിടെ കാരിയോടൈപ്പിൽ കാണാം. അപ്പോൾ ഇറ്റ് ഹാസ് നോ റിലേഷൻ വിത്ത് സെക്സ് ക്രോമസോം. അതുകൊണ്ടാണ് ഡൗൺ സിൻഡ്രോം പേഷ്യൻസ് ക്യാൻ ബി മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയുന്നത്. അതായത് ഡൗൺ സിൻഡ്രോമിൻ്റെ ജീൻ ഇരിക്കുന്നത് ഒരിക്കലും അല്ലോസോമിലല്ല, ഇത് ഓട്ടോസോമിലാണ്. ഓട്ടോസോമൽ ജീനല്ല, ക്രോമസോം ഓട്ടോസോമൽ ഡിസോർഡറാണ്. അതുകൊണ്ടാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ആവാം എന്ന് പറയുന്നത്. ഇനി 45A ഡാഷ് ഇസ് എ മെറ്റബോളിക് ഡിസോർഡർ. മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഫിനൈൽ കീറ്റോനൂറിയ. ഡാഷ് ഇസ് എ ഡിസീസ് കോസ്ഡ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ. അത് സിക്കിൾ സെൽ അനീമിയ. 46 It is evident that it is a genetic makeup of sperm that determines the sex of child in human beings. Substantiate. അത് നമ്മൾ കണ്ടതാണ്. 46. Then 47 അമിനോ ആസിഡ് സീക്വൻസ് കറക്റ്റ് ചെയ്യാനാണ്. 6th പൊസിഷൻ നോക്കുക. ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. അത് സിക്കിൾ സെൽ അനീമിയ വരുമ്പോൾ അവിടെ അതിന് പകരം വാലിൻ എഴുതുക. Then 48 ഐഡൻറ്റിഫൈ ദ സിൻഡ്രോം ആണ്. 44A plus XXY Klinefelter, 44A plus X0 Turner. Then sex of the baby, അതും 49th ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 50 മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ മീൻസ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്. അതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ പോയിന്റ് മ്യൂട്ടേഷൻ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. Then 51 family of Queen Victoria shows a number of hemophilic descendants as she was the carrier of this disease. നെയിം ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ഹിമോഫീലിയയുടെ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ് ക്രോസ് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ 6 സാഗ് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, കാരണം അത് അപ്പൂപ്പനിൽ നിന്ന് അമ്മയിലൂടെ കൊച്ചുമകനിലേക്ക് ആണ് വരുന്നത്. അപ്പം നേരിട്ടല്ല വരുന്നത്, ജനറേഷൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്താണ് വരുന്നത്. അത് നേരെ ഇങ്ങനെ അടുത്ത ജനറേഷൻ അല്ല, അങ്ങനെയല്ല പോകുന്നത്, ഇങ്ങനെ 6 സാഗിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് 6 സാഗ് അല്ലെങ്കിൽ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദെൻ മെറ്റേണിറ്റി ഓർ പെറ്റേണിറ്റി ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ സർട്ടൺ സയൻറ്റിഫിക് മെത്തേഡ്. വാട്ട് ഈസ് ഇറ്റ്? ഡിഫൈൻ. ബ്രീഫ്ലി റൈറ്റ് ദ മെത്തഡോളജി ഇൻവോൾവ് ഇൻ ദിസ് ടെക്നിക്. പെറ്റേണിറ്റി അല്ലെങ്കിൽ മെറ്റേണിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന സയൻറ്റിഫിക് മെത്തേഡ് ഏതാണ്? ബ്രീഫ്ലി write the methodology involved in the technique and comment on its applications. അത് പെറ്റേണിറ്റി അത് നെക്സ്റ്റ് ചാപ്റ്ററിലെ ഒരു ആൻസറാണ്. DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന ആൻസർ വരുന്നതാണ്. അപ്പോൾ അത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ 53 വരുമ്പോൾ explain the phenomenon shown in the following figure and reason for this difference in the production of recombinants in cross A and cross B as explained by Morgan. ഈ രണ്ട് ഡയഗ്രാം ടെക്സ്റ്റിലെ സെയിം ഡയഗ്രാമാണ്. അതിൽ റീകോമ്പിനൻസിൻ്റെ പ്രൊഡക്ഷൻ അതിന് വേരിയേഷൻ വരുന്നുണ്ട്. എന്താണ് കാരണം ഇൻ ക്രോസ് എ വി ആർ കൺസിഡറിങ് Y and W ദാറ്റ് ജീൻസ് ആർ മോർ linked because the genetic distance between the two genes is very short, very low. So recombinant frequency will be low. While recombinance കുറയുക എന്ന് പറഞ്ഞാൽ പാരൻ്റൽ ടൈപ്സ് കൂടുക എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇൻ ക്രോസ് എ 98.7% ഓഫ് ഇൻഡിവിജ്വൽസ് ഷോസ് പാരൻ്റൽ ടൈപ്പ്. വൈൽ ഇൻ ക്രോസ് ബിയിൽ WMനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ രണ്ട് ജീനും വൈഡ് എപ്പാർട്ടാണ്, രണ്ടും അകലെ ഇരിക്കുന്നവരാണ്. അവർ തമ്മിൽ ലിങ്കേജ് കുറവാണ്.
ക്രോസിംഗ് ഓവറിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ക്രോസിംഗ് ഓവർ കൂടുമ്പോൾ വേരിയേഷൻ കൂടും. അതായത് പാരൻ്റൽ ടൈപ്സിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള റീകോമിനൻ്റ് ടൈപ്സ് കൂടുതലായിരിക്കും. പാരൻ്റൽ ടൈപ്പ് കുറയുകയും ചെയ്യും. ദാറ്റ് ഈസ് ദ റീസൺ. Then 54, difference in chromosome number of some human beings A, B, C, D is given below. Okay. Identify the person who suffers from Klinefelter syndrome. Write its symptoms. Okay. A, B, C, D. A എന്ന് പറഞ്ഞാൽ 22 pair of autosomes ആണ്. 22 pair of autosome എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ള ഇൻഡിവിജ്വലിൻ്റെ ഓട്ടോസോം എന്ന് പറഞ്ഞാൽ 22 പേരേ ഉള്ളൂ. ഇനി 22 pair of autosome പ്ലസ് X0 എന്ന് പറയുന്ന ടർണർ സിൻഡ്രോമാണ്. 22 pair of autosome പ്ലസ് 1 ഓട്ടോസോം എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോമാണ്. D 22 pair of autosome പ്ലസ് XXY, that is the individual which shows Klinefelter syndrome. അതിൻ്റെ സിംറ്റംസ് മെയിൽ, അതായത് മാസ്കുലൈൻ ഡെവലപ്മെൻ്റ് ആയിരിക്കും, ബട്ട് ഷോസ് ഫെമിനൈൻ ക്യാരക്ടേഴ്സ് ലൈക്ക് ഗൈനക്കോമാസ്റ്റിയ, ആൻഡ് ദേ ക്യാൻ ബി സ്റ്റെറൈൽ ആൻഡ് സംടൈംസ് ഷോ മെൻ്റൽ റിട്ടാർഡേഷൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ aneuploidy ആൻഡ് polyploidy. Aneuploidy മീൻസ് ഡിഫറൻസ് ഇൻ ദ ഇൻഡിവിജ്വൽ നമ്പർ ഓഫ് ക്രോമസോംസ്. അതായത് 2n എന്ന് പറയുന്നത് 2n മൈനസ് 1 or 2n പ്ലസ് 1, അതായത് 46 ക്രോമസോം എന്നുള്ള ഒരു കോൺസ്റ്റൻസി 47 ആവുക അല്ലെങ്കിൽ 45 ആവുക, അതൊക്കെയാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോമാണ്. അതായത് n എന്ന് പറയുന്ന കണ്ടീഷൻ, ഹാപ്ലോയിഡ് കണ്ടീഷൻ പെട്ടെന്ന് ഡിപ്ലോയിഡ് ആവുക അല്ലെങ്കിൽ ട്രിപ്ലോയിഡ് ആവുക, അതിനാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. Then 55. Gopalan argues that if the father of A group, mother of B group, the children can be only A, B or AB. ശരിയാണോ? അപ്പോൾ ഗോപാലൻ എന്താ പറയുന്നത്? അച്ഛൻ എ ഗ്രൂപ്പ്, അച്ഛൻ എ എന്ന് പറയുമ്പോൾ ഒരു IA എന്തായാലും ഉണ്ടാവും. അമ്മ B ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു IB ഉണ്ടാവും. അപ്പോൾ അവർക്ക് A, B അല്ലെങ്കിൽ AB മാത്രമേ കുട്ടികളുണ്ടാവുന്നു. പക്ഷേ ഇഫ് ദേ ആർ ഹെട്രോസൈഗസ്, അവർ ഹെട്രോസൈഗസ് ആണെങ്കിൽ പോസിബിലിറ്റി എങ്ങനെയായിരിക്കും? IA, IB, അതായത് AB ഗ്രൂപ്പിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. പിന്നെ IA, IO, ഇത് AB, ഇത് A, പിന്നെ IB, IO, അതായത് B ഗ്രൂപ്പ്, ദെൻ IO, IO, അതായത് O ഗ്രൂപ്പ്. അപ്പോൾ ഇഫ് എ ഗ്രൂപ്പ് ആൻഡ് ബി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് ഹെട്രോസൈഗസ് ആണെങ്കിൽ ഈ 4 തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പും പോസിബിളാണ്. അപ്പോൾ ഗോപാലൻ പറയുന്നത് ശരിയല്ല. ദെൻ 56, ഒരു പെഡിഗ്രി ചാർട്ട് തന്നിരിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് പ്രോബബിൾ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് ദിസ് ട്രൈറ്റ്? ഈ ട്രൈറ്റിൻ്റെ ഇൻഹെറിറ്റൻസ് ഏതാണെന്ന്. സിമ്പിൾ മെൻഡേലിയൻ റിസസീവ് ഇൻഹെറിറ്റൻസ്. ഇത് റിസസീവ് ആണോ? റിസസീവ് അല്ല. കാരണം എന്താ? റിസസീവ് ആണെങ്കിൽ ജനറേഷൻ സ്കിപ്പ് ചെയ്ത് വരണം. അതായത് അച്ഛനും അമ്മയ്ക്കും ഉണ്ട്, കുട്ടികൾക്കില്ല. ഇനി കോ ഡോമിനൻറ്റ് റിസസീവ് റിലേഷൻഷിപ്പ് ഓഫ് എ സിംഗിൾ പെയർ ഓഫ് അലീൽ. കോ ഡോമിനൻസ് ആണോ എന്നാണ് നോക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഇസ് എക്സ് ലിങ്ക്ഡ് റിസസീവ് ട്രാൻസ്മിഷൻ. നമ്മൾ നോക്കുമ്പോൾ ഈ ഡിസോർഡറിൻ്റെ ട്രാൻസ്മിഷൻ നോക്കുമ്പോൾ നമുക്കറിയാം സ്ക്വയർ മാത്രമേ ഷെയ്ഡഡ് ആയിട്ട് കാണിക്കുന്നുള്ളൂ. അതായത് സ്ക്വയർ, അതായത് മെയിൽസ് മാത്രമേ അഫക്റ്റഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു എക്സ് ലിങ്ക്ഡ് ഡിസീസാണ്. പിന്നെ നോക്കിയേ, പാരൻസ് അഫക്റ്റഡ് അല്ലാതെ പാരൻസ് നോർമലായിട്ട് കുട്ടികൾ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനൊരു കണ്ടീഷൻ റിസസീവ് കണ്ടീഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഈ ഡയഗ്രാം എന്തിൻ്റെ ഡയഗ്രമാണെന്ന് പറയാം? എക്സ് ലിങ്ക്ഡ് റിസസീവ് ട്രാൻസ്മിഷൻ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എക്സ് ലിങ്ക്ഡ് റിസസീവ് ട്രാൻസ്മിഷൻ. ഓക്കെ, കാരണം മെയിലാണ് കാണിച്ചിരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ പാരൻസിനില്ലാതെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബിലിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. ദെൻ പെഡിഗ്രി ചാർട്ടാണ് തന്നിരിക്കുന്നത്, A, B എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് തന്നിരിക്കുന്ന അതേ പെഡിഗ്രി ചാർട്ടാണ്. അതായത് ഓട്ടോസോമൽ ഡോമിനൻറ്റും ഓട്ടോസോമൽ റിസസീവും. ഓട്ടോസോമൽ ഡോമിനൻറ്റിന് എക്സാമ്പിൾ A എന്ന് പറഞ്ഞാൽ ഓട്ടോസോമൽ ഡോമിനൻറ്റ്,
example myotonic dystrophy. B, autosomal recessive, example sickle cell anemia. Then 58, a poultry farm manager was cursing his hens for producing lion's share of cocks in its progeny. Hearing this, അതായത് ഒരു പോൾട്രി ഫാം മാനേജർ പെടക്കോഴികളെ ചീത്ത പറയാണ്. എന്തിനാണ്? പുതിയ മുട്ടകൾ വിരിഞ്ഞ് ഉണ്ടായവരെല്ലാം പൂവൻകോഴികളാണ്. അത് കേട്ട് കുമാർ എന്ന് പറയുന്ന ഫാം മാനേജർ സ്റ്റാർട്ട്സ് ടു ലെയിം ഹിസ് വൈഫ് ഫോർ ഡെലിവറിങ് കോൺസിക്യൂട്ടീവ് ഗേൾ ചിൽഡ്രൻ. അപ്പോൾ ഇത് കേട്ടിട്ട് കുമാർ, അവരുടെ ഫാം മാനേജർ എന്ത് ചെയ്തു? അയാളുടെ ഭാര്യയെ ചീത്ത പറയാൻ തുടങ്ങി. കാരണം അയാൾക്ക് പെൺകുട്ടികളാണ്. അപ്പോൾ അനലൈസ് ദ സിറ്റുവേഷൻ സയൻറ്റിഫിക്കലി ആൻഡ് സ്റ്റേറ്റ് വെദർ യു എഗ്രി വിത്ത് കുമാർ. അപ്പോൾ ഇത് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. പോൾട്രി ഫാം മാനേജർ പറയുന്നത് ശരിയാണ്. കാരണം എന്താ? ഇൻ കേസ് ഓഫ് ബേർഡ്സ് ഫീമെയിൽ ഷോ ഹെറ്ററോഗെമിറ്റി, അല്ലേ? ZW എന്ന് പറയുന്നത് ഫീമെയിലാണ്. പക്ഷേ മെയിൽസിൻ്റെ കേസിൽ, ഈ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്, ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ ഹെറ്ററോഗെമിറ്റി കാണിക്കുന്നത് മെയിലാണ്. അതായത് മെയിലാണ് XY. അപ്പോൾ കുമാറിൻ്റെ കൺക്ലൂഷൻ തെറ്റും പോൾട്രി ഫാം മാനേജറിൻ്റെ കൺക്ലൂഷൻ ശരിയാണ്. ഇനി 59, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് തന്നിരിക്കുന്നത്. ക്രോമസോം മാപ്പിംഗ്. അപ്പോൾ 3 ജീനിനെ കാണിച്ചിരിക്കുന്നു, YWM എന്ന് പറഞ്ഞിട്ട്. വിച്ച് ജീൻസ് ആർ മോർ ലിങ്ക്ഡ്? നോക്കിയേ, കൂടുതൽ ലിങ്ക്ഡ് ആയിട്ടുള്ളത് ഏതാണ്? നമുക്കറിയാം ജനറ്റിക് ഡിസ്റ്റൻസ് എവിടെ കുറയുന്നോ അവരാണ് മോർ ലിങ്ക്ഡ്. അപ്പോൾ Y and W ഇവിടെയാണ് ഡിസ്റ്റൻസ് കുറവ്. സോ ദേ ആർ മോർ ലിങ്ക്ഡ്. ഹൂ മാപ്ഡ് ക്രോമസോം ഫസ്റ്റ്ലി? അത് ആൽഫ്രഡ് സ്റ്റുവർട്ട് ബെൻറ്റ് ആണ്. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ലോ റീകോമ്പിനേഷൻ. വൈ? അതായത് ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ലോ ചാൻസ് ഓഫ് ക്രോസിംഗ് ഓവറിനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് റീകോമ്പിനേഷനും കുറയുന്നത്. Then work of a student is given below. 60th question. From the above give an example for genotype and phenotype. Compare the work using the Punnett square and find out the phenotypic ratio in the F2 organism. അപ്പോൾ ഇതിന്ന് ജീനോടൈപ്പിനും ഫിനോടൈപ്പിനും ഒരു എക്സാമ്പിൾ. ജീനോടൈപ്പിന് എക്സാമ്പിൾ ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y is an example for genotype. ഇനി ഫിനോടൈപ്പിന് എക്സാമ്പിൾ റൗണ്ട് യെല്ലോ. ഇനി F2 ജനറേഷൻ കണ്ടുപിടിക്കാൻ, അത് ടെക്സ്റ്റിലെ സെയിം പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഡൈ ഹൈബ്രിഡ് ക്രോസ്, അതായത് 9:3:3:1 റേഷ്യോ കിട്ടുന്ന ആ സെയിം ഡയഗ്രാം. ഓക്കെ. ദെൻ 61, കംപ്ലീറ്റ് ദ ടേബിൾ. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. A, ടർണർ സിൻഡ്രോം. A എന്ന് പറയുന്നത് 44A+X0 സ്റ്റെറൈൽ ഫീമെയിൽ. ഇനി B എന്ന് പറയുന്നത് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം 44A+XXY സ്റ്റെറൈൽ മെയിൽ. ദെൻ D എന്ന് പറയുന്നത് ട്രൈസോമി 21 ആണ്, ക്യാരക്ടർ മെൻ്റൽ റിട്ടാർഡേഷൻ ആണ്. അപ്പോൾ ഡിസീസ് എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോം. Then 62, in a pea plant, the gene for yellow seed color is dominant over the green and round is dominant over wrinkled. Write the 4 types of gametes formed in the heterozygous pea plant. അതായത് നമ്മുടെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് തിരിച്ചു തന്നേ ഉള്ളൂ. ക്യാപിറ്റൽ R, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ y. ഈ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമേറ്റ്സ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ R, സ്മോൾ y, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ r, സ്മോൾ y. ഇതാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോസിബിൾ ഗമേറ്റ്സ്. ദെൻ 63, first child of a couple is affected with phenylketonuria. During the second pregnancy, they visited a genetic counselor and prepared a pedigree chart of their family. What is pedigree analysis? അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫിനൈൽകീറ്റോനൂറിയ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ അത് ട്വിസ്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെഡിഗ്രി ചാർട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് which is used to find out the pattern of inheritance of a particular gene in a family. ഒരു പെർട്ടിക്കുലർ ഫാമിലി ഹിസ്റ്ററിയിൽ ഒരു ജീൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് പെഡിഗ്രി അനാലിസിസ്. ഇനി സിമ്പിൾസ് ആണ്, അത് ടെക്സ്റ്റിലുണ്ട്, അതേ സെയിം സിമ്പിൾസ് ആണ്, അത് പഠിച്ചേ മതിയാവും. ദെൻ
64 എഗെയിൻ ആ പെഡിഗ്രി ചാർട്ടിൻ്റെ സിമ്പിൾസ് ആണ്, അതുപോലെ പഠിക്കുക. എ എന്ന് പറയുന്ന മെയിൽ, റൗണ്ട് വരച്ചാൽ അത് ഫീമെയിൽ. പിന്നെ സി എന്ന് പറയുന്ന സെക്സ് അൺസ്പെസിഫൈഡ്, അഫക്റ്റഡ് മെയിൽ എന്ന് പറയുന്നത് സ്ക്വയർ വരച്ച് ഷെയ്ഡ് ചെയ്യാം. ഇനി ഡിസോർഡേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. 65 ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസം. ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസം എന്ന് കണ്ടാൽ തന്നെ നമുക്ക് എന്തറിയാം, അത് ഡിസീസ് ഫിനൈൽ കീറ്റോനൂറിയാണ്. വാട്ട് ആർ ദ ഫിസിയോളജിക്കൽ പ്രോസസ് ബിഹൈൻഡ് ദിസ് മെൻ്റൽ റിട്ടാർഡേഷൻ? അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. Then 66 a genetic cross is presented below. Identify the cross. ഒരു ക്രോസ് തന്നിട്ടുണ്ട്, എന്താണ് ആ ക്രോസ് നോക്കിയേ. ഒരു ഹെറ്ററോസൈഗസ് ഓർഗാനിസത്തിനെ ഡബിൾ റിസസീവ് പാരൻറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നിരിക്കുന്നത്. സോ ദ ക്രോസ് ഇസ് ടെസ്റ്റ് ക്രോസ്. നമ്മളതിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞതാണ്. ദെൻ 67 ക്വീൻ വിക്ടോറിയയുടെ റോയൽ ഡിസീസ് ഹീമോഫീലിയ ആണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ജനറലി ഇൻഫേർഡ് ഫ്രം ദിസ്. അതായത് the frequency of occurring royal disease or hemophilia is high in the pedigree of royal family of Queen Victoria. അപ്പോൾ ഹീമോഫീലിയയുടെ കാര്യമാണ്. ഹീമോഫീലിയയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ശരിയല്ലാതെ പറയുന്നത്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ജനറലി ഇൻഫേർഡ്. അപ്പോൾ ശരിയല്ല എന്നുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്വീൻ വിക്ടോറിയ വാസ് നോട്ട് ഹോമോസൈഗസ് ഫോർ ദ ഡിസീസ്. ശരിയാണ്, ക്വീൻ വിക്ടോറിയ വാസ് എ കാരിയർ. Many heterozygous families were there in the royal family. Many heterozygous families അല്ല, many heterozygous individuals ആയിരിക്കും. Non-royal families were not affected with hemophilia. അങ്ങനെ നമുക്ക് എസെൻഷ്യലി പറയാൻ പറ്റില്ല. റോയൽ ഡിസീസിൻ്റെ കാര്യം റോയൽ ഫാമിലി പറയുന്നു. ഇനി there is less possibility of becoming female deceased. അത് ശരിയാണ്. Generally a deceased female cannot survive after the first menstruation. അതും നമുക്ക് 100% ആയിട്ട് പറയാൻ പറ്റില്ല. പെഡിഗ്രി അനാലിസിസ് ഇസ് ദ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് പാറ്റേൺസ് ഓഫ് ട്രെയ്റ്റ്സ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ. ഹ്യൂമൻ ഫീമെയിലല്ല, ഹ്യൂമൻ ഓർഗാനിസംസ്. അപ്പോൾ ഇതിൽ ശരി എന്നുള്ളത് ക്വീൻ വിക്ടോറിയ വാസ് നോട്ട് ഹോമോസൈഗസ് ഫോർ ദ ഡിസീസും, പിന്നെ ലെസ് പോസിബിലിറ്റി ടു ബിക്കം ഫീമെയിൽ ഡിസീസ്ഡും. ആ എയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്നും നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. Then 68 after analyzing the karyotype of short-statured round-headed person with mental retardation, ഈ ക്യാരക്ടേഴ്സ് ആരുടെയാണെന്ന് നോക്കണം. ഡിസീസ് ഏതാണ്? അഡീഷൻ ഓർ ഡിലീഷൻ ഓഫ് ക്രോമസോം ജനറലി റിസൾട്ട്സ് ഇൻ വാട്ട് മേ ബി ദ പോസിബിൾ സിൻഡ്രോം ഓർ ഡിസോർഡർ ഓഫ് ദ എബോവ് പേഴ്സൺ. ബി എന്ന് പറയുന്നതിൻ്റെ ആൻസർ ഡിസീസ് ഏതാണെന്നാണ് ഡൗൺ സിൻഡ്രോം. Suggest two or more morphologically peculiarity to confirm the chromosomal disorder in that persons. ആ പേഴ്സൻ്റെ ഏതെങ്കിലും 2 ക്യാരക്ടറും കൂടി ചോദിക്കുകയാണ്. സി. അപ്പോൾ ആ പേഴ്സൻ്റെ ക്യാരക്ടർ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഷോർട്ട് സ്റ്റേച്ചർ, റൗണ്ട് ഹെഡ്, മെൻ്റൽ റിട്ടാർഡേഷൻ. വേറെ തന്നിരിക്കുന്നത് മോർഫോളജിക്കൽ പെക്യൂലിയാരിറ്റിയാണ്. അപ്പോൾ നമുക്ക് കോൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ് എഴുതാം, ഫറോ ടങ് എഴുതാം, ഓപ്പൺഡ് മൗത്ത് എഴുതാം, അതുപോലെ ലൂപ്സ്, പ്രസൻസ് ഓഫ് ലൂപ്സ് ഇൻ ഫിംഗേഴ്സ്, ഇതൊക്കെ എഴുതാൻ പറ്റും. മോർഫോളജിയാണ്. ഇനി എ എന്ന് പറഞ്ഞാൽ നോക്കിയേ, അഡീഷൻ ഓർ റിലീഷൻ ഓഫ് ക്രോമസോം ജനറലി റിസൾട്ട്സ് ഇൻ മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ എന്യൂപ്ലോയിഡി. അതാണ് ഉത്തരം. Then 69 a couple has 2 daughters. The blood group of husband and wife is O. അച്ഛൻ്റെയും അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? എസെൻഷ്യലി ഒ ആയിരിക്കും. കാരണം എന്താ? ഐ ഒ എന്നാണ് അച്ഛൻ, അമ്മ ഐ ഒ. അപ്പോൾ പോസിബിലിറ്റി എന്താ? എങ്ങനെ ക്രോസ് ചെയ്താലും എല്ലാവരും ഐ ഒ ആയിരിക്കും. ഓക്കെ. ഇനി വെദർ എനി ചേഞ്ച് ഇൻ ബ്ലഡ് ഗ്രൂപ്പ്സ് വിൽ ഒക്കർ ഇഫ് ദേ ഹാവ് 2 sons. ആൺകുട്ടികളാണ് ഉണ്ടായെങ്കിൽ വ്യത്യാസം വരുമോ? ഇല്ല. കാരണം ഇതൊരു സെക്സ് ക്രോമസോം അസോസിയേറ്റഡ് ക്യാരക്ടർ അല്ല. അതുകൊണ്ട് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒ ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. ദെൻ 70 അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ അത് കുറേ പ്രാവശ്യം പറഞ്ഞ ഒരു ക്വസ്റ്റ്യനാണ്. ദെൻ 71 എ ഫ്ലോ ചാർട്ട് ഇസ് ഗിവൺ ഓഫ് നോർമൽ ഹീമോഗ്ലോബിൻ ആൻഡ് സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ. അപ്പോൾ ചാർട്ട് എ ആൻഡ് കംപ്ലീറ്റ് ബി. ഓക്കെ.
6th പൊസിഷനാണ് വ്യത്യാസം. 6th പൊസിഷൻ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരിക. 7 അതുപോലെ തന്നെ ഗ്ലൂട്ടാമിക് ആസിഡ് തന്നെ. അപ്പോൾ ബി എങ്ങനെ തിരുത്തണം? ഫസ്റ്റ് വാലിൻ, സെക്കൻഡ് ഹിസ്റ്റിഡീൻ. പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇതാണ് പറയുന്നത്. 1 വാലിൻ, 2 ഹിസ്റ്റിഡീൻ, 3 ല്യൂസിൻ, ത്രിയോണിൻ, പ്രൊലിൻ. 6th ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ് അല്ല സോറി, ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ, ഇവിടെ വാലിൻ, പിന്നെ 7th ഗ്ലൂട്ടാമിക് ആസിഡ് തന്നെ. Then note down the genotype of sickle cell anemia patient and mention the symptoms of the disease. അപ്പോൾ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? സിക്കിൾ സെൽ അനീമിയ പേഷ്യൻ്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? HBS. ഇനി സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? സിംറ്റംസ് നേരത്തെ പറഞ്ഞതാണ്. RBC ബിക്കം സിക്കിൾ ഷേപ്പ്, സോ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി വിൽ ബി ലോവേർഡ്. ഇനി പെക്യൂലിയാരിറ്റി ഓഫ് HbA, HbS എന്ന് പറയുമ്പോൾ ദേ ആർ ക്യാരിയേഴ്സ് ഓഫ് ദ ഡിസീസ്. അതായത് അവർക്ക് ഡിസീസ് പുറമേ ഇല്ല, ബട്ട് ദേ ആർ ക്യാരിയേഴ്സ് ബിക്കോസ് ദേ ക്യാൻ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 72. പിന്നെ ഒരു ക്രോസ് തന്നിരിക്കുകയാണ്. ഈ ക്രോസ് ഏതാണ്? ടെസ്റ്റ് ക്രോസ് ആണ്. അതിൻ്റെ അൺനോൺ ഫിനോടൈപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാൻ യു ഡിറ്റർമിൻ ദ അൺനോൺ ജീനോടൈപ്പ് ഓഫ് എ വയലറ്റ് കളർഡ് ഫ്ലവർ പ്ലാന്റ് ബൈ ഡ്രോയിങ് പിന്നറ്റ് സ്ക്വയർ? നമുക്ക് പറ്റും, കാരണം ടെസ്റ്റ് ക്രോസ് ചെയ്താൽ നമുക്ക് അൺനോൺ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ പോളിപെപ്റ്റൈഡ് ചെയിനാണ് തന്നിരിക്കുന്നത്. അത് പിന്നെയും സിക്കിൾ സെൽ അനീമിയാണ്. എയും ബിയും തന്നിട്ടുണ്ട്. ഏതാണ് നോർമൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6th പൊസിഷൻ നോക്കണം. ഗ്ലൂട്ടാമിക് ആസിഡ് ആണെങ്കിൽ, അതായത് ബി ആകുമ്പോൾ അത് നോർമൽ, എ ആണെങ്കിൽ അത് അഫക്റ്റഡ് ആണ്, കാരണം 6th പൊസിഷനിൽ വാലിനാണ്. ഇനി റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് മ്യൂട്ടേഷൻ. അതിൻ്റെ ചെയിൻ, അതിൻ്റെ റിസൾട്ട് എന്താണ്? അത് നമ്മൾ കണ്ടതാണ്. RBC ബിക്കം സിക്കിൾ ഷേപ്പ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ.